VMS ടാക്കീസിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ മാരാറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ്. അപ്പം അതിന് എനിക്ക് കുറച്ച് മറുപടി പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അഖിൽ മാരാർ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് നശിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി എഴുതുന്നതാണ് എന്നും പറഞ്ഞാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പുള്ളി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തോൽവി എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അതെ, തോൽവി എന്നൊരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അർഹതപ്പെട്ട ഒരാളാണ് തോറ്റത്, അർഹതയില്ലാത്ത ഒരാളാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത് അംഗീകരിക്കണമെന്നില്ല അഖിൽമാരാറെ. അത് കഴിഞ്ഞിട്ട് PR അല്ലെങ്കിൽ പുറത്ത് നിന്നൊരാൾ വിചാരിച്ചാൽ ബിഗ് ബോസിൽ ഒരാളെ വിജയിപ്പിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും പറ്റില്ല എന്നാണ് ഉത്തരമെന്നാണ് അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറ്റുമെന്നാണ്. കാരണം അനുമോളുടെ PR എടുത്ത വിനു എന്നെ മുമ്പ് 2-3 ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച അവിടെ ആരൊക്കെ നിൽക്കണം, പുറത്ത് പോകണമെന്നുള്ളത് പുള്ളിക്ക് തീരുമാനിക്കാൻ പറ്റും. അതായത് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ പറ്റും. കൂടാതെ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കാനെന്നൊക്കെ പറഞ്ഞത് ഈ PR വിനു തന്നെയാണ്. അപ്പം PR വിചാരിച്ച ഒരാളെ അവിടെ നിർത്താനും പുറത്താക്കാനും പറ്റും അഖിൽ മാരാറെ. പിന്നെ പുള്ളി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, പിന്നെ അനുമോള് കമൻറ്റ് ബോക്സിൽ തെറി വിളിച്ച് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ 50 ലക്ഷവും ശമ്പളവും 42 ലക്ഷം രൂപയുടെ സമ്മാനമായ കാറും എല്ലാം കൊണ്ട് അനുമോള് സുഖമായി ജീവിക്കും. സുഖമായിട്ട് ജീവിക്കണമല്ലോ, നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി സീസൺ 5 ശോഭ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ അഖിൽ മാരാറാണ് ഇപ്പം ശോഭയൊക്കെ വച്ച് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശോഭയൊക്കെ എന്ത് ഈ അനുമോളെ പറഞ്ഞ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്ന് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞ അത്ഭുതം തോന്നുന്നത്. ഈ ശോഭയൊക്കെ അഖിൽ മാരാർ എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം. ഈ അഖിൽ മാരാറിൻ്റെ സ്ഥാനത്ത് ശോഭയായിരുന്നു വിന്നറായിരുന്നെങ്കിൽ അഖിൽ മാരാർ ഇത് അംഗീകരിക്കുമായിരുന്നു. അഖിൽ മാരാർ എന്ത് പറയും? ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത വിജയിച്ച സ്ത്രീ എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പം ശോഭ ചേച്ചിയൊക്കെ എന്ത് ഭേദം. ഒന്നുമല്ല ശോഭ ചേച്ചി. സത്യം പറഞ്ഞാൽ സീസൺ 5 ജയിക്കേണ്ടത് ശോഭ ചേച്ചി ആയിരുന്നു. പിന്നെ അഖിൽ മാരാർക്കും PR ഉള്ളതുകൊണ്ടാണ് ജയിച്ചത് എന്നാണ് ഇപ്പോഴും എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അഖിൽ മാരാറെ, ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്നതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുമെന്നുള്ള ഒരു കാര്യം നിങ്ങളത് മാറ്റി വെക്കണം കേട്ടോ.